Hello guys, welcome back to my YouTube channel. What is MRI? What is CT? ഇത് നമുക്ക് കൂടുതൽ അറിയാം ഗൈസ്. MRI അഥവാ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ഒരു വലിയ കാന്തം, റേഡിയോ തരംഗങ്ങൾ, കമ്പ്യൂട്ടർ എന്നിവ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ ഘടനകളുടെ വ്യക്തമായ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പരിശോധനയാണ് MRI അഥവാ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാൻ എന്ന് പറയുന്നത്. നിരവധി വ്യത്യസ്ത മെഡിക്കൽ അവസ്ഥകൾ വിലയിരുത്തുന്നതിനും രോഗനിർണയം നടത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും ആരോഗ്യ സംരക്ഷണദാതാക്കൾ MRIകൾ ഉപയോഗിക്കുന്നു. MRI അഥവാ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാൻ എന്നത് വേദനാരഹിതമായ ഒരു പരിശോധനയാണ്. ഇത് നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ അവയവങ്ങളുടെയും ഘടനകളുടെയും വളരെ വ്യക്തമായ ചിത്രങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ വിശദമായ ചിത്രങ്ങൾ നിർമ്മിക്കാൻ MRI ഒരു വലിയ കാന്തം അഥവാ റേഡിയോ തരംഗങ്ങൾ, ഒരു കമ്പ്യൂട്ടർ എന്നിവ ഉപയോഗിക്കുന്നു. ഇത് എക്സ്റേ അഥവാ റേഡിയേഷൻ ഉപയോഗിക്കുന്നില്ല. MRI എക്സ്റേകളോ മറ്റു വികിരണങ്ങളോ ഉപയോഗിക്കാത്തതിനാൽ രോഗനിർണയത്തിനോ ചികിത്സാ നിരീക്ഷണത്തിനോ വേണ്ടി ആളുകൾക്ക്, പ്രത്യേകിച്ച് തലച്ചോറിൻ്റെ ഇടയ്ക്കിടെ ഇമേജിംഗ് ആവശ്യമായി വരുമ്പോൾ ഇമേജിംഗ് പരിശോധനയാണ് തിരഞ്ഞെടുക്കുന്നത്. വാട്ട് ഈസ് ആൻ ഓപ്പൺ MRI? എന്താണ് തുറന്ന MRI? തുറന്ന അല്ലെങ്കിൽ തുറന്ന ബോർ MRI എന്നത് ചിത്രങ്ങൾ എടുക്കുന്ന മെഷീനിൻ്റെ തരത്തെ സൂചിപ്പിക്കുന്നു. സാധാരണയായി ഒരു തുറന്ന MRI മെഷീനിൽ നിങ്ങൾക്ക് മുകളിലും താഴെയുമായി രണ്ട് പരന്ന കാന്തങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. അവയ്ക്കിടയിൽ നിങ്ങൾക്ക് കിടക്കാൻ ഒരു വലിയ ഇടമുണ്ട്. ഇത് രണ്ട് വശങ്ങളിലും തുറന്ന ഇടം അനുവദിക്കുകയും ക്ലോസ്ഡ് ബോർ MRI മെഷീനുകൾ ഉപയോഗിച്ച് പലരും അനുഭവിക്കുന്ന ക്ലോസ്ട്രോഫോബിയയെ ലഘൂകരിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും തുറന്ന MRIകൾ ക്ലോസ്ഡ് ബോർ MRI മെഷീനുകൾ പോലെ വ്യക്തമായ ചിത്രങ്ങൾ എടുക്കുന്നില്ല. ക്ലോസ്ഡ് ബോർ MRI മെഷീനുകളിൽ കാന്തങ്ങളുടെ ഒരു വളയമുണ്ട്. ആ വലയം അത് മധ്യഭാഗത്ത് ഒരു തുറന്ന ദ്വാരമോ ട്യൂബോ ഉണ്ടാക്കുന്നു. അവിടെ നിങ്ങൾ ചിത്രങ്ങൾ എടുക്കും. ക്ലോസ്ഡ് ബോർ MRIകൾ ഇടുങ്ങിയതും തല മുതൽ സീലിംഗ് വരെ ഇടുങ്ങിയതുമാണ്. ഇത് ചില ആളുകൾക്ക് ഉത്കണ്ഠയും അസ്വസ്ഥതയും ഉണ്ടാക്കാം. എന്നാൽ ഈ MRI മെഷീനുകൾ മികച്ച നിലവാരമുള്ള ചിത്രങ്ങൾ എടുക്കുന്നു. MRI സ്കാൻ ചെയ്യാൻ നിങ്ങൾക്ക് ഭയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അടച്ചിട്ട സ്ഥലങ്ങളെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷാദാതാവിനോട്, നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കുക. ആവശ്യമെങ്കിൽ സെഡേറ്റീവ് അഥവാ നിങ്ങൾക്ക് വിശ്രമം തോന്നിപ്പിക്കുന്നതിനുള്ള മരുന്നുകൾ, ആവശ്യമെങ്കിൽ അനസ്തേഷ്യ പോലും ഉപയോഗിക്കുന്നതിനുള്ള ഓപ്ഷനുകൾ നിങ്ങളുടെ ഡോക്ടറുമായി ചർച്ച ചെയ്യാവുന്നതാണ്. എന്താണ് ഈ കോൺട്രാസ്റ്റോട് കൂടിയ ഒരു MRI എന്ന് പറയുന്നത്? ചില MRI പരിശോധനകളിൽ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ കുത്തിവയ്ക്കാറുണ്ട്. കോൺട്രാസ്റ്റ് ഏജൻറ്റിൽ ഗാഡോലീനിയം അടങ്ങിയിരിക്കുന്നു. ഇത് അപൂർവ എർത്ത് ലോഹമാണ്. ഈ പദാർത്ഥം നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അത് സമീപത്തുള്ള ജലതന്മാത്രകളുടെ കാന്തിക ഗുണങ്ങളെ മാറ്റുന്നു. ഇത് ചിത്രങ്ങളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നു. ഇത് ഡയഗ്നോസ്റ്റിക് ചിത്രങ്ങളുടെ സംവേദനക്ഷമതയും പ്രത്യേകതയും മെച്ചപ്പെടുത്തുന്നു. കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ഇനി പറയുന്നവയുടെ ദൃശ്യപരത വർദ്ധിപ്പിക്കുന്നു. മുഴകൾ, വീക്കം, അണുബാധ, ചില അവയവങ്ങളിലേക്കുള്ള രക്തവിതരണം, രക്തക്കുഴലുകൾ. നിങ്ങളുടെ MRIക്ക് ഒരു കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ആവശ്യമാണെങ്കിൽ ഒരു ആരോഗ്യ സംരക്ഷണദാതാവ് നിങ്ങളുടെ കയ്യിലോ ഒരു സിരയിലേക്കുള്ള ഒരു ഇൻട്രാവീനസ് കത്തീറ്റർ തിരുകും. കോൺട്രാസ്റ്റ് മെറ്റീരിയൽ കുത്തിവയ്ക്കാൻ അവർ ഈ IV ലൈൻ ഉപയോഗിക്കുന്നു. കോൺട്രാസ്റ്റ് മെറ്റീരിയലുകൾ സുരക്ഷിതമായ മരുന്നുകളാണ്. നേരിയതോ കഠിനമായതോ ആയ പാർശ്വഫലങ്ങൾ ഉണ്ടാകാറുണ്ട്, പക്ഷേ കഠിനമായ പ്രതികരണങ്ങൾ വളരെ വിരളമാണ്. എന്താണ് ഈ MRI സ്കാനും CT സ്കാനും തമ്മിലുള്ള വ്യത്യാസം?
മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അഥവാ MRI നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉൾഭാഗത്തിൻ്റെ ചിത്രങ്ങൾ സൃഷ്ടിക്കാൻ കാന്തങ്ങൾ, റേഡിയോ തരംഗങ്ങൾ, ഒരു കമ്പ്യൂട്ടർ എന്നിവ ഉപയോഗിക്കുന്നു. അതേസമയം കമ്പ്യൂട്ടറൈസ്ഡ് ടോമോഗ്രഫി അഥവാ CT എക്സ്റേകളും കമ്പ്യൂട്ടറുകളും ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ അസ്ഥിയില്ലാത്ത ഭാഗങ്ങളോ മൃദുവായ കലകളോ പരിശോധിക്കുന്നതിന് CT സ്കാനുകൾക്ക് പകരം MRI സ്കാനുകൾ ഉപയോഗിക്കാൻ ആരോഗ്യ സംരക്ഷണ ദാതാക്കൾ പലപ്പോഴും ഇഷ്ടപ്പെടുന്നു. എക്സ്റേകളുടെ ദോഷകരമായ അയണൈസിംഗ് വികിരണം അവർ ഉപയോഗിക്കാത്തതിനാൽ MRI സ്കാനുകൾ സുരക്ഷിതമാണ്. സാധാരണ എക്സ്റേ CT സ്കാനുകളെ അപേക്ഷിച്ച് MRI സ്കാനുകൾ നിങ്ങളുടെ തലച്ചോറ്, സുഷുമ്നാ നാഡി, ഞരമ്പുകൾ, പേശികൾ, ലിഗമെൻറ്റുകൾ, ഡെൻഡ്രോണുകൾ എന്നിവയുടെ വ്യക്തമായ ചിത്രങ്ങൾ എടുക്കുന്നു. എന്നിരുന്നാലും എല്ലാവർക്കും ഒരു MRI ചെയ്യാൻ കഴിയില്ല. MRIയുടെ കാന്തിക ക്ഷേത്രം ലോഹ ഇംപ്ലാന്റുകളെ സ്ഥാനഭ്രംശം വരുത്തുകയോ പേസ് മേക്കറുകൾ, ഇൻസുലിൻ പമ്പുകൾ പോലുള്ള ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും ചെയ്യും. ഇങ്ങനെയാണെങ്കിൽ CT സ്കാൻ ആണ് അടുത്ത മികച്ച ഓപ്ഷൻ. എക്സ്റേ ഇമേജിംഗ് അല്ലെങ്കിൽ CT സ്കാനിങ്ങിനെ അപേക്ഷിച്ച് MRI സ്കാനിംഗ് സാധാരണയായി കൂടുതൽ ചെലവേറിയതുമാണ്. ഒരു MRI എന്താണ് കാണിക്കുന്നത്? മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അഥവാ MRI നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ വിശദമായ ചിത്രങ്ങൾ നിർമ്മിക്കുന്നു. ആരോഗ്യ സംരക്ഷണ ദാതാക്കൾക്ക് MRI ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ നിരവധി വ്യത്യസ്ത ഘടനകൾ നോക്കാനും വിലയിരുത്താനും കഴിയും. അവയിൽ ചിലത് ഇവയാണ്: നിങ്ങളുടെ തലച്ചോറും ചുറ്റുമുള്ള നാഡീകലകളും, നിങ്ങളുടെ ഹൃദയം, കരൾ, പിത്താശയം, വൃക്കകൾ, കുടൽ, പാൻക്രിയാസ്, അഡ്രിനൽ ഗ്രന്ഥികൾ എന്നിവയുൾപ്പെടെ നെഞ്ചിലെയും വയറിലെയും അവയവങ്ങൾ, സ്തനത്തിലെ ടിഷ്യൂ, നിങ്ങളുടെ നട്ടെല്ലും സുഷുമ്നാ നാഡിയും, നിങ്ങളുടെ മൂത്രസഞ്ചി, പ്രത്യുൽപാദന അവയവങ്ങൾ, സ്ത്രീകളിൽ ഗർഭാശയവും അണ്ഡാശയവും, പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയും ഉൾപ്പെടെയുള്ള പെൽവിക് അവയവങ്ങളും, പിന്നെ രക്തക്കുഴലുകൾ, ലിംഫ് നോഡുകൾ ഇവയെല്ലാമാണ്. എപ്പോഴാണ് ഒരു MRI വേണ്ടിവരുന്നത്? ആരോഗ്യ സംരക്ഷണ ദാതാക്കൾ പല വ്യത്യസ്ത അവസ്ഥകൾക്കും ചികിത്സ നിർണ്ണയിക്കാനും നിരീക്ഷിക്കാനോ സഹായിക്കുന്നതിന് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് അഥവാ MRI ഉപയോഗിക്കുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണ് നിങ്ങളുടെ ദാതാവ് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത തരം MRIകളുണ്ട്. തലച്ചോറിൻ്റെയും സുഷുമ്നാ നാഡിയുടെയും MRIകൾ ഇനി പറയുന്ന അവസ്ഥകൾ വിലയിരുത്താനും രോഗനിർണയം നടത്താനും സഹായിക്കും. അതായത് തലച്ചോറിലെ അന്യൂറിസം, തലച്ചോറിലെ മുഴകളും നട്ടെല്ലിലെ മുഴകളും, ആഘാതം മൂലം തലച്ചോറിനും നട്ടെല്ലിനും പരിക്കേറ്റ അവസ്ഥ, സുഷുമ്നാ നാഡികളുടെയും ഞരമ്പുകളുടെയും കംപ്രഷൻ അല്ലെങ്കിൽ വീക്കം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, സുഷുമ്നാ നാഡിയുടെ അവസ്ഥകൾ, നട്ടെല്ലിൻ്റെ ശരീരഘടനയും വിന്യാസവും, സ്ട്രോക്ക് എന്നിവയിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഡോക്ടേഴ്സാണെങ്കിൽ നിരവധി കാരണങ്ങളാൽ കാർഡിയാക് അഥവാ MRIകൾ, കാർഡിയാക് MRI അഥവാ ഹാർട്ട് MRI ഉപയോഗിക്കുന്നു. അവയിൽ ചിലത് ഇതാണ്: നിങ്ങളുടെ ഹൃദയ അറകൾ, ഹൃദയവാൽവുകൾ, പ്രധാന പാത്രങ്ങളിലൂടെയും ചുറ്റുമുള്ള ഘടനകളിലൂടെയുമുള്ള രക്തപ്രവാഹത്തിൻ്റെ വലിപ്പം, ശരീരഘടനയും പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിന്. ഇനി ട്യൂമറുകൾ, അണുബാധകൾ, വീക്കം പോലുള്ള ഹൃദയ സംബന്ധമായ അവസ്ഥകൾ നിർണ്ണയിക്കാൻ. ഇനിയുള്ളത് ഹൃദയാഘാതത്തിന് ശേഷം ഹൃദയപേശികളിലേക്കുള്ള പരിമിതമായ രക്തയോട്ടം, ഹൃദയപേശികളിലെ പാടുകൾ എന്നിവ പോലുള്ള കൊറോണറി ആർട്ടറി രോഗത്തിൻ്റെ ഫലങ്ങൾ വിലയിരുത്തുന്നതിന്. ഇനിയാണെങ്കിൽ ജന്മനാലുള്ള ഹൃദ്രോഗമുള്ള കുട്ടികളിലും മുതിർന്നവരിലും ഹൃദയത്തിൻ്റെയും രക്തക്കുഴലുകളുടെയും ശരീരഘടനയും പ്രവർത്തനങ്ങളും വിലയിരുത്തുന്നതിന്. ശരീര MRIകൾക്ക് ഘടനയെ വിലയിരുത്താനും നിരവധി അവസ്ഥകൾ നിർണ്ണയിക്കാനും കഴിയും. അവയിൽ ചിലത് ഇതാണ്: നിങ്ങളുടെ നെഞ്ചിലോ വയറിലോ പെൽവിസിലോ ഉള്ള മുഴകൾ, സിറോസിസ് പോലുള്ള കരൾ രോഗങ്ങൾ, പിത്തരസനാളങ്ങൾ, പാൻക്രിയാസ് എന്നിവയിലുള്ള പ്രശ്നങ്ങൾ, ക്രോൺസ് ഡിസീസ്, വൻകുടൽ പുണ്ണ് തുടങ്ങിയ കോശജ്വലന മലവിസർജന രോഗങ്ങൾ
രക്തക്കുഴലുകളുടെ രൂപഭേദം, രക്തക്കുഴലുകളുടെ വീക്കം അഥവാ വാസ്കുലൈറ്റിസ്, നിങ്ങളുടെ ഗർഭാശയത്തിൽ വളരുന്ന ഒരു ഭ്രൂണം, എല്ലുകളുടെയും സന്ധികളുടെയും MRIകൾ വിലയിരുത്താൻ സഹായിക്കും. അസ്ഥി അണുബാധ അഥവാ ഓസ്റ്റിയോമൈലൈറ്റിസ്, അസ്ഥിമുഴകൾ, നിങ്ങളുടെ നട്ടെല്ലിലെ ഡിസ്ക് അസാധാരണത്വങ്ങൾ, പരിക്കുകൾ മൂലമുണ്ടാകുന്ന സംയുക്ത പ്രശ്നങ്ങൾ. സ്തനാർബുദം കണ്ടെത്തുന്നതിന് ആരോഗ്യ സംരക്ഷണദാതാക്കൾ ചിലപ്പോൾ മാമോഗ്രഫിക്കും ബ്രസ്റ്റ് MRIകളും ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സാന്ദ്രമായ സ്തനകലകളുള്ളവരിലോ അല്ലെങ്കിൽ സ്തനാർബുദ സാധ്യത കൂടുതലുള്ളവരിലോ ആണിത്. ഒരു MRI സുരക്ഷിതമാണോ? ഒരു MRI സ്കാൻ പൊതുവെ സുരക്ഷിതമാണ്. ഉചിതമായ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ ശരാശരി വ്യക്തിക്ക് ഒരു അപകടവും ഉണ്ടാകുന്നില്ല. MRI മെഷീനുകൾ പുറപ്പെടുവിക്കുന്ന ശക്തമായ കാന്തികക്ഷേത്രം നിങ്ങൾക്ക് ദോഷകരമല്ല, പക്ഷേ അത് ഇംപ്ലാന്റ് ചെയ്ത മെഡിക്കൽ ഉപകരണങ്ങൾ തകരാറിലാകാനോ ചിത്രങ്ങൾ വികലമാകാനോ ഇടയാക്കും. MRI സ്കാൻ ചെയ്യുമ്പോൾ കോൺട്രാസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിക്കേണ്ടി വന്നാൽ അലർജി പ്രതിപ്രവർത്തനത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പ്രതികരണങ്ങൾ സാധാരണയായി സൗമ്യവും മരുന്നുകൾ ഉപയോഗിച്ച് നിയന്ത്രിക്കാവുന്നതുമാണ്. നിങ്ങൾക്ക് അലർജി പ്രതിപ്രവർത്തനമുണ്ടെങ്കിൽ ഉടനടി സഹായത്തിനായി ഒരു ആരോഗ്യ സംരക്ഷണദാതാവിനെ സമീപിക്കാവുന്നതാണ്. ഗർഭസ്ഥ ശിശുവിന് വികസിക്കുന്ന കുഞ്ഞിന് അജ്ഞാതമായ അപകട സാധ്യതയുള്ളതിനാൽ അത്യാവശ്യമാണെങ്കിൽ ഒഴികെ ആരോഗ്യ സംരക്ഷണദാതാക്കൾ സാധാരണയായി ഗർഭിണികളിൽ ഗാഡോലിനിയം കോൺട്രാസ്റ്റ് എൻഹാൻസ്ഡ് MRIകൾ നടത്താറില്ല. ആർക്കാണ് MRI ചെയ്യാൻ പാടില്ലാത്തത്? മിക്ക സാഹചര്യങ്ങളിലും ലോഹ ഇംപ്ലാന്റുകളുള്ള ആളുകൾക്ക് ഒരു MRI പരിശോധന സുരക്ഷിതമാണ്, ചിലതരം ഉപകരണങ്ങൾ ഒഴികെ. നിങ്ങളുടെ കൈവശമുള്ള ഉപകരണം MRI സുരക്ഷിതമാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു MRI നടത്താൻ കഴിഞ്ഞേക്കില്ല. ഈ ഉപകരണങ്ങളിൽ ഇവ ഉൾപ്പെട്ടേക്കാം: മെറ്റാലിക് ജോയിൻറ്റ് പ്രോസ്റ്റസിസ്, ചില കോക്ലിയർ ഇംപ്ലാന്റുകൾ, തലച്ചോറിലെ അന്യൂറിസത്തിന് ഉപയോഗിക്കുന്ന ചില തരം ക്ലിപ്പുകൾ, രക്തക്കുഴലുകളിലേക്ക് സ്ഥാപിച്ചിരിക്കുന്ന ചിലതരം ലോഹക്കോയിലുകൾ, ചില പഴയ കാർഡിയാക് ഡീഫിബ്രിലേറ്ററുകളും പേസ് മേക്കറുകളും, പിന്നെയുള്ളത് വാഗൽ നാഡി ഉത്തേജകങ്ങൾ. നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷാദാതാവ് ഒരു MRI സ്കാൻ ശുപാർശ ചെയ്താൽ നിങ്ങളുടെ മെഡിക്കൽ ചരിത്രത്തെക്കുറിച്ചും നിങ്ങളുടെ ശരീരത്തിലോ ഉണ്ടായിരിക്കാവുന്ന ഏതെങ്കിലും മെഡിക്കൽ ഉപകരണങ്ങളെക്കുറിച്ചോ ഇംപ്ലാന്റുകളെക്കുറിച്ചോ വിശദമായ ചോദ്യങ്ങൾ അവർ ചോദിക്കും. ആരാണ് ഒരു MRI സ്കാൻ ചെയ്യുന്നത്? ഒരു റേഡിയോളജിസ്റ്റോ റേഡിയോളജിസ്റ്റ് ടെക്നോളജിസ്റ്റോ നിങ്ങളുടെ MRI നടത്തും. രോഗാവസ്ഥകൾ നിർണ്ണയിക്കുന്നതിനായി ഇമേജിംഗ് പരിശോധനകൾ നടത്തുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു മെഡിക്കൽ ഡോക്ടറാണ് റേഡിയോളജിസ്റ്റ്. MRI സ്കാൻ നടത്താൻ പ്രത്യേക പരിശീലനം ലഭിച്ചതും സാക്ഷ്യപ്പെടുത്തിയതുമായ ഒരു ആരോഗ്യ സംരക്ഷണദാതാവാണ് റേഡിയോളജിസ്റ്റ് ടെക്നോളജിസ്റ്റ്. ഒരു MRI എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? കോയിൽഡ് വയറുകളുടെ ഒരു വൈദ്യുത പ്രവാഹം കടത്തിവിട്ട് നിങ്ങളുടെ ശരീരത്തിൽ ഒരു താൽക്കാലിക കാന്തിക ക്ഷേത്രം സൃഷ്ടിച്ചാണ് മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ് അഥവാ MRI പ്രവർത്തിക്കുന്നത്. മെഷീനിലെ ഒരു ട്രാൻസ്മിറ്റർ അഥവാ റിസീവർ റേഡിയോ തരംഗങ്ങൾ അയയ്ക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കമ്പ്യൂട്ടർ ഈ സിഗ്നലുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ സ്കാൻ ചെയ്ത ഭാഗത്തിൻ്റെ ഡിജിറ്റൽ ചിത്രങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഒരു MRI സ്കാനിംഗ് തയ്യാറെടുക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ് അഥവാ MRI സ്കാൻ ശക്തമായ കാന്തങ്ങളും റേഡിയോ തരംഗ സിഗ്നലുകളും ഉപയോഗിക്കുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ചില ലോഹ വസ്തുക്കളുടെ ചൂടാകാനോ ചലനത്തിനോ കാരണമാകും. ഇത് ആരോഗ്യ സംരക്ഷണ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ഇംപ്ലാന്റ് ചെയ്ത ചില ഇലക്ട്രോണിക് മെഡിക്കൽ ഉപകരണങ്ങൾ തകരാറിലാകാനും ഇത് കാരണമായേക്കാം. നിങ്ങളുടെ ശരീരത്തിൽ ലോഹം അടങ്ങിയ വസ്തുക്കളോ ഇംപ്ലാന്റ് ചെയ്ത മെഡിക്കൽ ഉപകരണങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ MRI സ്കാനിംഗ് മുമ്പ് നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷാദാതാവ് അവയെക്കുറിച്ച് അറിയിക്കേണ്ടതുമാണ്.
ഇംപ്ലാന്റ് ചെയ്ത ചില വസ്തുക്കൾക്ക് അധിക ഷെഡ്യൂളിംഗ് ക്രമീകരണങ്ങളും പ്രത്യേക നിർദ്ദേശങ്ങളും ആവശ്യമായി വന്നേക്കാം. മറ്റ് ഇനങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ ആവശ്യമില്ല, പക്ഷേ നിങ്ങളുടെ പരിശോധനയ്ക്ക് മുമ്പ് വസ്തുവിൻ്റെ കൃത്യമായ സ്ഥാനം പരിശോധിക്കാൻ ഒരു എക്സ്റേ ആവശ്യമായി വന്നേക്കാം. ഞാൻ ഈ പറയുന്നവയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ ദാതാവിനെയും MRI ടെക്നോളജിസ്റ്റിനെയും അറിയിക്കേണ്ടതാണ്. ഹൃദയ പേസ്മേക്കർ അല്ലെങ്കിൽ ഡീഫിബ്രിലേറ്റർ, ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്ത സ്റ്റിമുലേറ്ററുകൾ അല്ലെങ്കിൽ ഉപകരണങ്ങൾ, ഡീപ് ബ്രെയിൻ സ്റ്റിമുലേറ്ററുകൾ, വാഗസ് നാഡി സ്റ്റിമുലേറ്ററുകൾ, മൂത്രസഞ്ചി സ്റ്റിമുലേറ്ററുകൾ, സ്പൈൻ സ്റ്റിമുലേറ്ററുകൾ, ന്യൂറോ സ്റ്റിമുലേറ്ററുകൾ, ഇംപ്ലാന്റ് ചെയ്ത ഇലക്ട്രോഡുകൾ അല്ലെങ്കിൽ വയറുകൾ എന്നിവയുൾപ്പെടെ. മെറ്റാലിക് ജോയിൻറ്റ് പ്രോസ്റ്റാസിസ്, കോക്ലിയർ ഇംപ്ലാന്റ് അല്ലെങ്കിൽ മറ്റ് ചെവി ഇംപ്ലാന്റുകൾ, മയക്കുമരുന്ന് വേദന സംഹാരികൾ പമ്പ് ചെയ്യുന്നതോ സ്പാസ്റ്റിസിറ്റി ചികിത്സിക്കാൻ ഉപയോഗിക്കുന്നതോ ആയ മരുന്നുകൾ പോലുള്ള ഇംപ്ലാന്റ് ചെയ്ത മയക്കുമരുന്ന് പമ്പുകൾ, പ്രോഗ്രാം ചെയ്യാവുന്ന ഷണ്ട്, അന്യൂറിസം ക്ലിപ്പുകളും കോയിലുകളും, നിങ്ങളുടെ ഹൃദയത്തിൽ സ്റ്റെൻറ്റുകൾ സ്ഥാപിച്ചിട്ടില്ല, രക്തം കട്ടപിടിക്കുന്നതിനുള്ള ഫിൽറ്ററുകൾ പോലുള്ള ഫിൽറ്ററുകൾ, വെടിയുണ്ടകൾ, കഷ്ണങ്ങൾ, ലോഹക്കഷ്ണങ്ങൾ അല്ലെങ്കിൽ ഷേവിങ്ങുകൾ പോലുള്ള നിങ്ങളുടെ ശരീരത്തിലോ കണ്ണിലോ ഉള്ള ലോഹക്കഷ്ണങ്ങൾ. നിങ്ങളുടെ MRI സ്കാൻ സമയത്ത് ഇനി പറയുന്ന ഉപകരണങ്ങൾ ധരിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങളുടെ പാച്ച് അല്ലെങ്കിൽ ഉപകരണം മാറ്റേണ്ട ദിവസവുമായി MRI അപ്പോയിൻമെൻറ്റ് ഏകോപിപ്പിക്കാവുന്നതാണ്. തുടർച്ചയായ ഗ്ലൂക്കോസ് മോണിറ്റർ അഥവാ CGM, ഇൻസുലിൻ പമ്പ്, മരുന്ന് പാച്ചുകൾ കൂടാതെ നിങ്ങൾ ഇനി പറയുന്നവയാണെങ്കിൽ നിങ്ങളുടെ ദാതാവിനോട് പറയുക. ഗർഭിണികളാണ്. 30 മുതൽ 60 മിനിറ്റ് വരെ മലർന്നു കിടക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. പിന്നെ ക്ലോസ്ട്രോഫോബിയ അഥവാ അടഞ്ഞതോ ഇടുങ്ങിയതോ ആയ ഇടങ്ങളോടുള്ള ഭയം ഉണ്ടാകുക. MRI സ്കാൻ ചെയ്യുന്നതിന് മുമ്പ് എല്ലാ ആഭരണങ്ങളും മറ്റ് അനുബന്ധ ഉപകരണങ്ങളും വീട്ടിൽ വയ്ക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യേണ്ടതാണ്. MRI യൂണിറ്റിൻ്റെ കാന്തികക്ഷേത്രത്തെ തടസ്സപ്പെടുത്തുകയോ പൊള്ളലേൽപ്പിക്കുകയോ ദോഷകരമായ പ്രൊജക്ടറുകളായി മാറുകയോ ചെയ്തേക്കാവുന്നതിനാൽ ലോഹ ഇലക്ട്രോണിക് വസ്തുക്കൾ പരീക്ഷാമുറിയിൽ അനുവദനീയമല്ല. ഇവയിൽ ഇവ ഉൾപ്പെടുന്നു: ആഭരണങ്ങൾ, വാച്ചുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, ശ്രവണ സഹായികൾ ഇവയെല്ലാം കേടുവരുത്തിയേക്കാം. MRI ഇമേജുകളെ വളച്ചൊടിക്കാൻ സാധ്യതയുള്ള പിന്നുകൾ, ലോഹ മുടി, ആക്സസറീസ്, അണ്ടർവെയർ ബ്രാകൾ, ലോഹ സിപ്പറുകൾ, പല്ലുകൾ പോലുള്ള നീക്കം ചെയ്യാവുന്ന ദന്തജോലികൾ, പേനകൾ, പോക്കറ്റ് കത്തികൾ, കണ്ണടകൾ, ശരീരം തുളയ്ക്കൽ, സെൽഫോണുകൾ, ഇലക്ട്രോണിക് വാച്ചുകൾ, ട്രെക്കിംഗ് ഉപകരണങ്ങൾ ഇവയെല്ലാം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഒരു MRI സ്കാൻ എത്ര സമയമെടുക്കും? പരീക്ഷയുടെ തരത്തെയും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയും ആശ്രയിച്ച് മുഴുവൻ പരീക്ഷയും പൂർത്തിയാക്കാൻ സാധാരണയായി 30 മുതൽ 50 മിനിറ്റ് വരെ എടുക്കും. നിങ്ങളുടെ സ്കാനിങ്ങിനുള്ള പ്രത്യേക കാരണത്തെ അടിസ്ഥാനമാക്കി നിങ്ങളുടെ ആരോഗ്യ പരിരക്ഷാ ദാതാവിന് കൂടുതൽ കൃത്യമായ സമയപരിധി നൽകാൻ കഴിയും. ഒരു MRI സമയത്ത് നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? മിക്ക MRI പരിശോധനകളും വേദനാരഹിതമാണ്. എന്നാൽ ചിലർക്ക് 30 മിനിറ്റോ അതിൽ കൂടുതലോ അനങ്ങാതെ ഇരിക്കുന്നത് അസ്വസ്ഥത ഉണ്ടാക്കുന്നു. മറ്റു ചിലർക്ക് MRI മെഷീനിൽ അടച്ചിട്ട സ്ഥലത്ത് നിന്ന് ഉത്കണ്ഠ അനുഭവപ്പെട്ടേക്കാം. മെഷീനിൽ ശബ്ദവും ഉണ്ടാക്കാം. ഒരു MRI സ്കാനിങ്ങിൽ പൊതുവായ ഘട്ടങ്ങളും പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളും ഇവയാണ്. MRI സ്കാനിനായി ആശുപത്രി ഗൗൺ മാറ്റുക. മിക്ക പരീക്ഷകൾക്കും നിങ്ങൾ MRI സ്കാനിംഗ് ബെഡിൽ മുഖം മുകളിലേക്ക് കിടക്കും. MRI സ്കാനിംഗ് ബെഡ് MRI മെഷീനിലേക്ക് സ്ലൈഡ് ചെയ്യും. MRI സ്കാൻ ആരംഭിക്കുമ്പോൾ ചിത്രങ്ങൾ എടുക്കുമ്പോൾ ഉപകരണങ്ങൾ പലതരം ഉച്ചത്തിലുള്ള മുട്ടൽ, ക്ലിക്കിംഗ് ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നത് നിങ്ങൾ കേൾക്കും. ഓരോ ശബ്ദശ്രേണിയും നിരവധി മിനിറ്റ് നീണ്ടു നിൽക്കും. നടപടിക്രമം ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കേൾവി സംരക്ഷിക്കുന്നതിന് നിങ്ങൾക്ക് ഇയർ പ്ലഗുകളോ ഹെഡ്ഫോണുകളോ ധരിക്കാവുന്നതായി നൽകും. മികച്ച ഗുണനിലവാരമുള്ള ചിത്രങ്ങൾ ലഭിക്കുന്നതിന് പരീക്ഷാ സമയത്ത് നിശ്ചലമായിരിക്കേണ്ടത് പ്രധാനമാണ്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് അല്പം ചൂട് അനുഭവപ്പെടുന്നത് സ്വാഭാവികമാണ്. ഇത് നിങ്ങളെ അലട്ടുന്നുവെങ്കിൽ റേഡിയോളജിസ്റ്റിനെയോ ടെക്നോളജിസ്റ്റിനെയോ അറിയിക്കേണ്ടതാണ്.
MRI ടെക്നോളജിസ്റ്റ് നിങ്ങളെ കാണാനും എല്ലായ്പ്പോഴും നിങ്ങളുമായി സംസാരിക്കാനും കഴിയും. സ്കാനറിനുള്ളിൽ ആയിരിക്കുമ്പോൾ ഒരു ഇൻ്റർകോം സിസ്റ്റം 2-വേ ആശയവിനിമയം അനുവദിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ആശങ്കകളോ ഉണ്ടെങ്കിൽ ടെക്നോളജിസ്റ്റിനെ അറിയിക്കാൻ അമർത്താൻ കഴിയുന്ന ഒരു കോൾ ബട്ടൺ നിങ്ങളുടെ കയ്യിലുണ്ടാവും. ചില സന്ദർഭങ്ങളിൽ നിങ്ങളുടെ MRIക്ക് കോൺട്രാസ്റ്റ് ആവശ്യമായി വന്നേക്കാം. ഇത് നിങ്ങൾക്ക് ബാധകമാണെങ്കിൽ MRIക്ക് വിധേയമാകുന്നതിന് മുമ്പ് ഒരു ദാതാവ് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് മെറ്റീരിയലിലെ ഒരു IV കുത്തിവയ്പ് നൽകും. IV സൂചി ചില അസ്വസ്ഥതകൾ ഉണ്ടാക്കിയേക്കാം, പക്ഷേ ഇത് അധികകാലം നിലനിൽക്കില്ല. പിന്നീട് നിങ്ങൾക്ക് ചതവ് അനുഭവപ്പെട്ടേക്കാം. കോൺട്രാസ്റ്റ് കുത്തിവയ്പ്പിന് ശേഷം ചില ആളുകൾക്ക് വായിൽ താൽക്കാലിക ലോഹരുചി അനുഭവപ്പെടുന്നു. നിങ്ങൾക്ക് ക്ലോസ്ട്രോഫോബിയ ഉണ്ടെങ്കിൽ പരിശോധനയ്ക്കിടയിലോ അനസ്തേഷ്യയ്ക്കിടയിലോ നിങ്ങൾക്ക് കൂടുതൽ വിശ്രമം തോന്നുന്നതിനായി നിങ്ങളുടെ ദാതാവ് ഒരു സെഡേറ്റീവ് മരുന്ന് നിർദ്ദേശിക്കാം. MRI കോൺട്രാസ്റ്റിൻ്റെ പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ്? വളരെ അപൂർവമായി MRIക്കായി കോൺട്രാസ്റ്റ് മെറ്റീരിയൽ കൈവശം വച്ചിരിക്കുന്ന ചില ആളുകൾക്ക് പാർശ്വഫലങ്ങൾ അനുഭവപ്പെടുന്നു. ഇവയിൽ ചിലത് ഇതാണ്: ഓക്കാനം, തലവേദന, കുത്തിവയ്പ് നടത്തിയ സ്ഥലത്തുള്ള വേദന, കോൺട്രാസ്റ്റ് മെറ്റീരിയലിനോട് ചൊറിച്ചിൽ, കണ്ണുകൾ ചൊറിച്ചിൽ അല്ലെങ്കിൽ അലർജി പ്രതികരണത്തിൻ്റെ മറ്റ് ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നത് വളരെ അപൂർവമാണ്. അലർജി ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ടെക്നോളജിസ്റ്റിനെ അറിയിക്കേണ്ടതാണ്. ഉടനടി വൈദ്യസഹായം നൽകാൻ ഒരു ആരോഗ്യ സംരക്ഷണ ദാതാവ് ലഭ്യമാക്കും. ഒരു MRIക്ക് ശേഷം ഞാൻ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? MRI സ്കാനിങ്ങിനായി നിങ്ങളുടെ കൈവശം സെഡേറ്റീവ് മരുന്ന് ഇല്ലെങ്കിൽ സുഖം പ്രാപിക്കാനുള്ള കാലയളവ് ആവശ്യമില്ല. നിങ്ങൾക്ക് വീട്ടിൽ പോയി നിങ്ങളുടെ സാധാരണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാം. പരീക്ഷയ്ക്കായി നിങ്ങൾ സെഡേറ്റീവ് മരുന്നുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് അവയുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ മുക്തി നേടേണ്ടതുണ്ട്. മറ്റാരെങ്കിലും നിങ്ങളെ വീട്ടിൽ കൊണ്ടുപോകേണ്ടതായി വന്നേക്കാം. നിങ്ങളുടെ MRIയുടെ